യൂറോപ്യൻ രാജ്യങ്ങളിലെ പല നഗരങ്ങളും ഇന്ന് ടൂറിസ്റ്റുകൾക്ക് വിലക്കേർപ്പെടുത്താനുള്ള ഒരുക്കത്തിലാണ്. ഈ കൂട്ടത്തിലേക്ക് ഏറ്റവും ഒടുവിലായി നിയമനിർമ്മാണത്തിന് ശ്രമിക്കുന്നത് സ്പെയിനിലെ പ്രശസ്തമായ മെനോർക്ക ഗ്രാമമായ ബിനിവെക്കാവെല്ലാണെന്നാണ് റിപ്പോർട്ടുകൾ പറയുന്നത്. ഗ്രാമത്തിലേക്കുള്ള എല്ലാ വിനോദസഞ്ചാരികളെയും നിരോധിക്കണമെന്നാണ് ഇവരുടെ ആവശ്യം. പകൽ 11 മണി മുതൽ വൈകിട്ട് 8 മണി വരെ ഗ്രാമത്തിലേക്ക് സഞ്ചാരികളെ അനുവദിച്ചിരുന്നു. ഈ സമയത്ത് ഗ്രാമത്തിലെ പ്രഭാത ഭക്ഷണവും 3 ബലേറിക് ദ്വീപുകളുടെ ശാന്തമായ തീരത്തുകൂടി യാത്രയും സാധ്യമായിരുന്നു. ഈ വേനൽക്കാലത്ത് 1 ദശലക്ഷത്തിലധികം വിനോദസഞ്ചാരികൾ എത്തുമെന്നും കണക്കാക്കപ്പെടുന്നുണ്ട്. എന്നാൽ ഇനി മുതൽ അതൊന്നും വേണ്ട എന്ന് തന്നെയാണ് ഇവിടുത്തെ ദ്വീപുകാർ പറയുന്നത്. അതിന് അവർക്കൊരു കാരണവുമുണ്ട്. മത്സ്യബന്ധന ഗ്രാമമാണ് ബിനിവെക്കാവെൽ. വിനോദസഞ്ചാരികളിൽ നിന്ന് തങ്ങൾക്ക് മോശം അനുഭവങ്ങളാണ് ഉണ്ടായിട്ടുള്ളതെന്ന് മത്സ്യബന്ധന തൊഴിലാളികൾ നിരന്തരം പരാതി പറയുന്നുണ്ട്. ചില വിനോദസഞ്ചാരികൾ വീടുകളിലേക്ക് അതിക്രമിച്ചു കയറുകയാണ് പതിവ്. മറ്റു ചിലർ നേരെ ബാൽക്കണിയിലേക്ക് പോകുന്നു. വീടുടമകളോട് അനുവാദമൊന്നും ചോദിക്കാതെയാണ് ഇത്തരം പ്രവൃത്തികൾ നടക്കുന്നത്. പരാതി രൂക്ഷമായപ്പോഴാണ് രാവിലെ 11നും രാത്രി 8നും ഇടയിൽ വിനോദസഞ്ചാരികൾക്കായി സമയം പരിമിതിപ്പെടുത്തിയത്. ബിനിവെക്കാവെൽ ഒരു സാഹസിക സ്ഥലമല്ല, അതൊരു ആളുകൾ താമസിക്കുന്ന ഒരു സ്വകാര്യ ഭവന കേന്ദ്രമാണ്. വിനോദസഞ്ചാരികൾ ഇവരുടെ ആഗ്രഹങ്ങൾ പാലിച്ചില്ലെങ്കിൽ അവർ സമ്പൂർണ്ണ നിരോധനം നേരിടേണ്ടി വരും. വേനൽക്കാലത്ത് ദ്വീപുകളിലേക്ക് എത്തുന്ന ബ്രിട്ടീഷുകാരായ വിനോദസഞ്ചാരികളെ പിന്തിരിപ്പിക്കാനാണ് ഗ്രാമവാസികളുടെ ശ്രമം. മെനോർക്ക വളരെ ചെറിയൊരു ദ്വീപാണ്. സ്പെയിനിന് കീഴിലുള്ള മെഡിറ്ററേനിയൻ കടലിലെ ബലേറിക് ദ്വീപുകളിൽ ഒന്നാണ്. ഇതിന്റെ പേര് തന്നെ ദ്വീപിന്റെ വലുപ്പത്തിൽ നിന്നാണ് ഉണ്ടായത്. ചരിത്രാതീത കാലത്തെ മനുഷ്യപ്രവർത്തനങ്ങളുടെ ചില അവശിഷ്ടങ്ങളും ഇവിടെ ദൃശ്യമാണ്. അതേസമയം പ്രസന്നമായ കാലാവസ്ഥയും ശാന്തസുന്ദരമായ തീരവും സഞ്ചാരികളെ ഇങ്ങോട്ട് ആകർഷിക്കുന്ന ഒന്നാണ്. പക്ഷേ അത് തദ്ദേശീയരെ ശല്യം ചെയ്യാനാണെങ്കിൽ നടക്കില്ല എന്ന് തന്നെയാണ് ഇവിടുത്തുകാർ പറയുന്നത്. ഏറ്റവും പുതിയ വാർത്തകളും വിശേഷങ്ങളും വിരൽ തുമ്പിലറിയാൻ സീ മലയാളം ന്യൂസ് എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ലഭ്യം.